ഹായ്. ഇഡ്ഡലി, ദോശപ്പൊടി പല വെറൈറ്റീസിലും കോമ്പിനേഷൻസിലും ഉണ്ടാക്കാലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയിൽ കറിവേപ്പില ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഉഴുന്ന് അര കപ്പ് എടുത്തിട്ടുണ്ട്, കടലപ്പരിപ്പ് 1/4 കപ്പ്, കപ്പലണ്ടി 1/4 കപ്പ്, വെളുത്ത എള്ള് 2 ടേബിൾ സ്പൂൺ, കറുത്തതായാലും കുഴപ്പമില്ല കേട്ടോ. ചെറുപരിപ്പ് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഞാനിവിടെ ഒരു 10 എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കുറയ്ക്കാം വേണമെങ്കിൽ. കറിവേപ്പില ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫ്രഷ് ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഒരു 8 to 10 വലുതാണെങ്കിൽ ഒരു 5-6 മതിയാവും. തൊലിയോട് കൂടിയായിട്ടാണ് എടുക്കേണ്ടത്. കല്ലുപ്പ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കായം 1/4 ടീസ്പൂൺ. അരയ്ക്കുമ്പോൾ ഒരു ടർമറിക് ഒരു 1/4 ടീസ്പൂൺ. ഇതെല്ലാം ചീനിച്ചട്ടിയിൽ ഇട്ടിട്ട് ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്. സെപ്പറേറ്റ് ആണ് ചെയ്യേണ്ടത്. ഓരോന്നത്തിനും ഓരോരോ ടൈമിങ് ഗോൾഡൻ ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആണ് ചെയ്യേണ്ടത്. ഇതിൽ വെളുത്തുള്ളിയും കുറേ നേരം എടുക്കും കേട്ടോ ഡ്രൈ റോസ്റ്റ് ആവാൻ. അത് മര്യാദയ്ക്ക് റോസ്റ്റ് ആയില്ലെങ്കിൽ ഒന്നും കൂടി നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് ക്രഷ് ചെയ്തിട്ട് ഒന്നും കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോഴേ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ചെറിയ ഈർപ്പം ഉണ്ടെങ്കിൽ അത് കേടായി പോകും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്ത് അരച്ച് നല്ലൊരു ദോശയ്ക്ക് ഇഡ്ഡലിക്കുള്ള പൊടി റെഡിയായി. സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. പൊടി ഇഡ്ഡലി, പൊടി ദോശ ഇതിനൊക്കെ നല്ല ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊടിയാണ്.